ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജൻ തുണ്ടത്തിലാണ്, ഷെറിക്സ് ആയുർവേദിക്സിൽ നിന്ന്. പ്രമോദ്. എത്ര വയസ്സായിരുന്നു? ആദ്യത്തെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നേ, ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ബോഡിയൊക്കെ കാണുമ്പോൾ ഇവിടെ എല്ലാം വ്യാപിച്ചിരുന്നു. അത് മാത്രമല്ല, ഇത്രയും കളറും ഇല്ലായിരുന്നു, ഇല്ലേ? ശരീരത്തിന് ഇത്രയും കളറില്ലായിരുന്നു, ഇരുണ്ടിരിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് പറഞ്ഞിരുന്നല്ലോ സ്ട്രോക്ക് വന്നിരുന്നു, അപ്പോൾ സംസാരിക്കാനൊരു ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് സംഭാഷണം? ചോദിച്ചാൽ അപ്പം തന്നെ ആൻസറാ, ഇല്ലയോ? നേരത്തെ അന്നേരം തന്നെ ആൻസർ. നേരത്തെ ഏകദേശം ഒരു അര മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം കേട്ടില്ലായിരിക്കും, അല്ലേ? കേട്ടില്ലെന്നല്ല, നമുക്കൊരു ഈ കൊത്ത ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. കാരണം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല, വാചകം ചുട്ട് വരത്തില്ല, ഒരു വിക്ക് മാതിരിയുള്ള എന്തോന്നുണ്ടായിരുന്നു. ആ ടെൻഡൻസിയൊക്കെ ഇപ്പം മാറി. സന്തോഷമായല്ലോ. രോഗാവസ്ഥ എങ്ങനെയുണ്ട്? അതാ നമുക്കറിയില്ല. ഇപ്പം വളരെ കുറവുണ്ട്, മറ്റേനേക്കാളും ഭേദമുണ്ട്. ഇപ്പം ഇത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ ഒരുപാട് ചികിത്സകൾ കഴിഞ്ഞതല്ലേ? ഇത്തിരി ചികിത്സ കഴിഞ്ഞത് 13 വർഷം. ഇതുപോലൊരു ആശ്വാസം എവിടെയെങ്കിലും കിട്ടിയായിരുന്നു? ഇല്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം. പുറമൊന്ന് കാണിച്ചോട്ടെ, എന്നാലേ നാട്ടുകാർക്ക് മനസ്സിലാകത്തുള്ളൂ. അയ്യോ, അന്ന് ഇതൊക്കെ അതിഭീകരമായിട്ടിരുന്ന സംഭവം ഇതിൻ്റെ ഇവിടെയൊക്കെ ക്ലിയറായി. ഇതിൻ്റെ ഈ തെടുപ്പുകളൊക്കെ പോയി കേട്ടോ. ഇതെല്ലാം സ്കിന്നായിപ്പോൾ. അപ്പോൾ ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഫേസൊക്കെ കാണിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിലും തലയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഈ രോഗാവസ്ഥ ഉണ്ട് എന്നറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഫേസ് കാണിച്ചത്. കാര്യം ഇത് മാറുന്നുണ്ട് എന്നുള്ളത് ആൾക്കാരെ അറിയിക്കണ്ടായി, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പറഞ്ഞിട്ട് സാറേ, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്താ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? എങ്ങനെ? ഇപ്പം വളരെ കുറവുണ്ട്. ചൊറിച്ചിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതുപോലെ പെയിനും ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഉറക്കം നല്ല സുഖമായിട്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ആദ്യം വന്നത്, ഇല്ലയോ? ഉറക്കം എങ്ങനെയുണ്ട് ഇപ്പോൾ? ഉറക്കം നല്ല സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിന് സമയം പോരാ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ഫാമിലിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സപ്പോർട്ടീവാണ്. അളിയനാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. അല്ലേ? ഞാൻ ഒത്തിരി അടുത്ത് പോയി കാണിച്ചിട്ട് ലാസ്റ്റ് ഫേസ്ബുക്കിനകത്തോടെ കണ്ട് അങ്ങനെ വിളിച്ച് ആദ്യം ബുക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു 27-ാം തീയതി വരാൻ പറഞ്ഞു. 27-ാം തീയതി വിളിച്ചപ്പോൾ പറഞ്ഞു 27-ാം സാറില്ല, പിന്നെ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് 30-ാം തീയതി വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 30-ാം തീയതി ഇവിടെ. ഒരു മാസമായില്ലേ? ഒരു മാസമായി. ഓക്കെ. അങ്ങനെ നമ്മൾ വന്ന് കണ്ട് സാറ് വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വിടാന്നുണ്ടെങ്കിൽ കാസർഗോഡ് കൊണ്ടുപോയി റെഡിയാക്കി തരാമെന്ന്. ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി? ഒത്തിരി വ്യത്യാസം തോന്നി. ഇവിടുന്ന് പോയതിൻ്റെ പകുതി വ്യത്യാസം വന്നു. പകുതിയല്ല, ഞങ്ങൾക്ക് നേരത്തെ കണ്ടതിനേക്കാൾ ഇപ്പോൾ ഒരു 100% നമുക്ക് പറയാൻ പറ്റും. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലായിരുന്നു ആള്. ഭയങ്കരമായിട്ട് മറ്റുള്ളവർ ചിലവരാണെങ്കിൽ ഇതുപോലെ കൊണ്ടുപോകത്ത് പോലില്ല കൂടെ. നമ്മളങ്ങനല്ല, നമ്മൾ കൂടെ എവിടെ വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്ന് കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഒത്തിരി വ്യത്യാസമുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും പൂർണ്ണമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളോട് വളരെ ബഹുമാനമുണ്ട്. കാര്യം ഈ ഏത് രോഗാവസ്ഥയിലും അവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുന്നതിൽ. കാരണം നമുക്ക് അങ്ങനെ കളയാൻ പറ്റുന്ന ആളല്ലല്ലോ. ഓക്കെ, സന്തോഷം. ഓക്കെ, ശരി സാർ.